അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു രാഷ്ട്രീയക്കാരനായി മാറാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണത്തിന് മറുപടി പറയേണ്ട അദ്ദേഹം തന്നെയാണ്. ഫ്ലാറ്റുകളിൽ അനധികൃതമായി വോട്ടർമാരെ ചേർത്തതും സ്വന്തം സഹോദരൻ തന്നെ അദ്ദേഹത്തിന് ഇരട്ട വോട്ടുള്ളതും ഒരു ക്രിമിനൽ കുറ്റമായ 2 ഐഡൻറ്റിറ്റി കാർഡുകൾ സൂക്ഷിച്ചതും ഇതിനൊന്നും മറുപടി പറയേണ്ട ഇലക്ഷൻ കമ്മീഷനല്ല, ശ്രീ സുരേഷ് ഗോപി തന്നെയാണ്. അത് പറയുമ്പോൾ പറയുന്നവരെയൊക്കെ വാണ്ടന്മാരാക്കി പറയുന്ന ഒരു സംസ്കാരം അത് കേരളത്തിന് യോജിച്ചതല്ല, കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിന് യോജിച്ചതല്ല. ഏതായാലും ഇക്കാര്യത്തിൽ നിയമ നടപടികളുമായിട്ട് പാർട്ടി മുന്നോട്ട് പോവാണ്. എന്ത് തന്നെ സുരേഷ് ഗോപി പറഞ്ഞാലും അദ്ദേഹം ഇത് കുറ്റക്കാരനായി നിൽക്കുക. ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയായിട്ടല്ല അദ്ദേഹത്തിനെ കാണുന്നത്. വ്യാജ വോട്ടർമാരെ വെച്ച് ജയിച്ച ഒരു ജനപ്രതിനിധിയായിട്ടാണ് അദ്ദേഹത്തിന് കേരള സമൂഹം ഇന്ന് നോക്കി കാണുന്നത്. അല്ല, അദ്ദേഹം സ്വീകരിച്ച കള്ളവോട്ട് ചേർക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്ന ഈ വാനന്മാരെന്ന് പറയുന്ന ഞാനൊന്നും ഞങ്ങളതൊന്നും മൈൻഡ് ചെയ്യുന്ന കാര്യമൊന്നുമില്ല. ഏതാണ് വാനന്മാരെന്ന് ചോദിച്ചാൽ തൃശ്ശൂരത്തെ വോട്ടർമാരെയാണോ അദ്ദേഹം ഉദ്ദേശിച്ചത്? അദ്ദേഹം വാനന്മാരെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊന്നും അതിൻ്റെ ഒരു എഫക്റ്റ് ഞങ്ങൾക്ക് തോന്നുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് തിരഞ്ഞെടുത്ത ജനങ്ങളെയാണ് വാനന്മാരെന്ന് പറഞ്ഞതെങ്കിൽ അത് ഭാവിയിൽ തൃശ്ശൂരുകാർ തീരുമാനിക്കണം.